ഇതൊരു താറാവ് കറിയാണ്. താറാവ് ആദ്യം നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എൻ്റെ മസാല ഉണ്ടാക്കാൻ പോവാണ്. സിമ്പിളായിട്ടുള്ളൊരു കറി. ഓക്കെ, ആദ്യം പെരിഞ്ചീരകം ജസ്റ്റ് എണ്ണയിലൊന്നിടുന്നു. അതിനോടൊപ്പം തന്നെ ഗാർലിക്. ഇതൊരു ഷെഫിനൊരു കൈക്കണക്കാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, നമുക്കറിയാലോ അതെ, അതെ. ഏകദേശം. കുറച്ച് ഇഞ്ചി, കുറച്ച് സെൻറ്ററിൽ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് സവാള, പച്ചമുളക്. ഇതിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആവട്ടെ. അതിന് ശേഷമാണ് ഇനി എൻ്റെ മസാലയൊക്കെ വരിക. മസാലകൾ ആയിട്ടുണ്ട് അല്ലേ? ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് വാടി. ഇനി അതിനകത്ത് സ്പൈസ് ആഡ് ചെയ്യുന്നൊരു, ഇതിനകത്ത് മുളക് പൊടി ഇല്ലാത്ത ഒരു സിമ്പിൾ തേങ്ങാപ്പാൽ കറിയാണ്. ഓക്കെ, പച്ചമുളകിന്റെ ഫ്ലേവർ അതെ അതെ, ആൻഡ് കുരുമുളക്. ഇച്ചിരി മല്ലിപ്പൊടി കൂടുതലാണിത്. ഒരു മപ്പ സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലേശം ഗരം മസാല. ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ ഈ പാലപ്പത്തിന്റെ കൂടെയും ഒക്കെ ഈ തേങ്ങാപ്പാൽ കറി ഇതിനകത്ത് കുരുമുളക് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സൈഡിലൊന്ന് റോസ്റ്റ് ചെയ്തു. ഇത് വേറെ പാനിലൊന്നും ആവശ്യമില്ല. അപ്പൊ ഒരു സൈഡിൽ ഇട്ടിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാൻ ഭയങ്കര പേടിയാ. കരിഞ്ഞു പോകുന്ന ഞാൻ എപ്പോഴും തീ ഓഫ് ചെയ്തിട്ട് അത് ഓഫ് ചെയ്യണം. അപ്പൊ അതാ ചൂട് നമുക്കറിയാം എവിടെയാണ് ആ ടെമ്പറേച്ചർ, ആ ഉള്ളിയുടെ വാടുന്നത്. അപ്പൊ ഇതിങ്ങനെ വെച്ചേക്കുന്ന അഥവാ റോസ്റ്റ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിനെ മിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ ടെമ്പറേച്ചറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. സോ ജസ്റ്റ് ഒന്ന് റോസ്റ്റായി. അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇതിന് ആവശ്യമുള്ള കുറച്ച് തക്കാളി. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഡെക്ക്, ഇത് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റോക്ക് ആദ്യം ഇതിനകത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ അതിട്ട് കുറുക്കിയെടുക്കുകയാണ്. ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഫുഡ് മെമ്മറി ടെസ്റ്റയുടെ ഏതായിരിക്കും? ശരിക്കും എനിക്ക് ഫുഡ് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിന്റെ തന്നെയാണ്. കാരണം വെച്ചാൽ അത് ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നതല്ല, ഞാൻ പോയി കഴിച്ചത് മെമ്മറി എന്നല്ല. കാരണം എവിടെയെങ്കിലും കഴിച്ചത് നല്ല ഇഷ്ടമാണെങ്കിൽ ഞാനത് വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യാൻ വീട്ടിൽ വന്ന് ഞാനത് ഉണ്ടാക്കാൻ നോക്കും. പക്ഷെ ഇതിപ്പോ ഓണത്തിന് ഞാൻ എൻ്റെ അവിടെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട് അബുദാബിയിൽ. 20 പേരുണ്ട്. അവര് 20 പേരെ വിളിച്ച് ഞാൻ അവർക്ക് തന്നെ കുക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ അയലയില് മലയാളികളല്ല. അപ്പൊ നമ്മൾ സേഫ് ആണ്. ഇതാണ് കേരള സ്റ്റൈൽ നമ്മൾ പറയുന്നത്. ഇവരെല്ലാം ഇങ്ങനെ ഇരുത്തി വാഴയിലൊക്കെ അവർ കഴിക്കാറ് പോലും ഇല്ല. ഇവരൊക്കെ വരുമ്പോ ഇവർക്കെല്ലാം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞ മുണ്ടെടുത്തോണ്ടേ സദ്യ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുണ്ടൊക്കെ എല്ലാവർക്കും മേടിച്ചു കൊടുക്കും. സാരിയൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കും. അപ്പൊ അത് അവർ എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ. അപ്പൊ ഇവരെല്ലാവരും ഇരുന്ന് കഴിക്കുമ്പോ നമുക്കുള്ള ഒരു തൃപ്തി ഇല്ലേ, അത് ഭയങ്കരം. അത് 20 പേർക്കൊക്കെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയിൽ ഒരു ഫീസ്റ്റ് പോലുള്ള സദ്യ എന്നൊക്കെ പറയുന്ന ഒരു ഫീസ്റ്റ് ആണ്. മിനിമം ഒരു 5 കറി എന്തായാലും എത്ര കറികൾ അതുകൊണ്ടായി. നമ്മുടെ സോസ് കുറുകി. ഇനി ഇതിനകത്ത് ഡെക്ക് ആഡ് ചെയ്യുന്നു. എപ്പോഴും ഡക്ക് വിത്ത് ബോൺ ആണ് അതിന് ടേസ്റ്റ് അല്ലേ? ബോൺ വിത്ത് സ്കിൻ. അപ്പൊ ചില ആൾക്കാരൊക്കെ ലണ്ടനിൽ പോയപ്പോൾ എൻ്റെ അവിടുത്തെ ഒരു ജനറൽ മാനേജർ ഒരു ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഈ ഡെക്ക് റോസ്റ്റ് കണ്ടപ്പം ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ്, എല്ലാം ഈ മിഷലിൻ സ്റ്റാർ ലെവലാണ്. അപ്പോൾ ഡെക്ക് റോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ സാധനമാണല്ലോ, എനിക്ക് അടിക്കാമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തു. പക്ഷെ നോക്കുമ്പോൾ ഒരു ഡെക്കിൻ്റെ ബ്രസ്റ്റ് ഗ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ ഒരു സോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റ് ചെയ്തൊരു ഡിഷാണ്. അപ്പോൾ അന്ന് നോക്കുമ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റില്ല. കാരണം ആ ഡെക്ക് നോക്കുമ്പോൾ ഉള്ളിൽ നോക്കുമ്പോൾ പിങ്ക് ചോരയാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കഴിക്കുന്നത്. അവിടെ അങ്ങനെയാണ് കുക്ക് ചെയ്യുക. ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്ത് 2 സൈഡിലും എടുക്കും. എന്നിട്ട് റെസ്റ്റ് ചെയ്യും, വീണ്ടും ഒന്നുകൂടെ ഗ്രില്ല് ചെയ്യും. കട്ട് ചെയ്യുമ്പം ചോര പൊടിഞ്ഞിങ്ങനെ വരും. പിന്നീട് ഞാൻ ഒരുപാട് കഴിച്ചു. അന്ന് എനിക്കത് കഴിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മുടെ ഇഷ്ടമുള്ള സാധനം ഇടുകയാണ്. കുറച്ച് 2ാം പാല്. കറിവേപ്പില വന്നപ്പോ തന്നെ ഫ്ലേവർ, യെസ്, അതാണ് അതിൻ്റെ ഒരു. ഇനിയിപ്പോൾ നമ്മുടെ ഡക്ക് ഏകദേശം റെഡിയായി. ഇനി ഫൈനൽ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടില്ല. 1ാം പാല് ഇത്തിരി ഒന്ന് ചേർത്ത് ഓഫ് ചെയ്യുന്നു. ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ്സിന് ശേഷം അപ്പം, ഇടിയപ്പം, അതുപോലെ പുട്ട്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. ചിലയിടത്തൊക്കെ ഇത് കരിക്കിൻ്റെ വെള്ളം കൂടെ ഒഴിക്കും ഇതിനകത്ത്. കരിക്കിൻ്റെ കുറച്ചുകൂടെ ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കറിയിൽ തേങ്ങയുടെ വെള്ളം, തേങ്ങ ഈ പാല് പിഴിഞ്ഞെടുക്കാൻ വരുന്നത് തേങ്ങാ വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഇത് വേവിക്കുക. വെള്ളം ഒഴിക്കില്ല. അല്ല, ഈ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമല്ലോ. അപ്പൊ ഫൈനൽ കുറച്ച് ഒരു 1ാം പാല്. അപ്പൊ ഇത് നമ്മുടെ ഇത് റെഡിയായി. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, നല്ല മണമൊക്കെ വരുന്നുണ്ട്.
കാലുമൊത്തം എടുത്ത് അങ്ങനെ കഴിച്ചു. താറാവ് അങ്ങനെ കാലിൽ കടിച്ച് പറിച്ച് കഴിക്കുക. കഴിക്കാൻ പറ്റുമല്ലോ അല്ലേ? നല്ല ഫ്ലേവർ ആട്ടോ ഇതിന്റെ. ആ പെപ്പർ ലാസ്റ്റ് ഇട്ടതിന്റെ ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ടു ഗുഡ്. താങ്ക് യു. ഇതെല്ലാം കറിയാണ്. മസ്റ്റ് ട്രൈ ദിസ്. കാരണം നല്ല ഫ്ലേവറിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ വൈറ്റ് ബ്രെഡിന്റെ കൂടെ ഇത് നന്നായിട്ട് പോകും. നല്ല സ്വീറ്റ് ബ്രെഡിന്റെ കൂടെയും നന്നായിട്ട് പോകും. ഒരുപാട് സ്പൈസി ഇല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. നല്ല സാധനം. താങ്ക് യു സോ മച്ച് ഷെഫ്. എനിക്ക് ഒരു റെസിപ്പി പറഞ്ഞു. താങ്ക് യു. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ